ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം തിരുലിഖിതം. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് കുഞ്ഞമ്മ. ഞാൻ കുറിച്ചി ശാന്തിഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് 10 വയസ്സായപ്പോൾ തുടങ്ങിയ ടോൺസിലിൻ്റെ തൊണ്ടവേദനയായിരുന്നു. അത് എല്ലാ മാസവും തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. 2 ആഴ്ച മുഴുവൻ അവൻ രോഗിയായി കിടക്കും. 2 ആഴ്ചയെ അവന് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണേലും പോകാൻ സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെയായി ഇപ്പോൾ അവന് 40 വയസ്സുണ്ടായി. 30 വർഷമായി അവന് ഈ തൊണ്ടവേദന തുടങ്ങിയിട്ട്. 17 വർഷമായപ്പം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ടും അതുപോലെ തന്നെ ചെയ്തതിൻ്റെതായ യാതൊരു ഇതുമില്ലാതെ പിറ്റേ മാസം അതുപോലെ തന്നെ തൊണ്ടവേദന തുടർന്നുകൊണ്ടേയിരുന്നു. അതങ്ങനെ പിന്നെ ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു. മരുന്നുകളെല്ലാം കൊടുത്തു കഴിച്ചിട്ട് ഒന്നും ഡോക്ടർമാരെ മാറി മാറി കാണിക്കുമ്പോൾ ഒരു 2 മാസത്തേക്കിന് മാത്രം വരാതിരിക്കും. അത് കഴിയുമ്പം വരാതിരുന്ന അത്രയും ശക്തിയോടുകൂടി വീണ്ടും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന് 40 വയസ്സായി. ഇപ്പം കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കും, ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എൻ്റെ 2 ആഴ്ച മുഴുവൻ പട്ടിണി കിടക്കും. 2 ആഴ്ചത്തെ അവൻ എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാതെ ഒരു വർഷോപ്പ് തൊഴിലാളിയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാനിവിടെ ധ്യാനത്തിന് വരുമ്പോഴത്തേക്കിന് അവൻ ഇതുപോലെ വേദനയും പനിയുമായിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ഈ ഗവൺമെന്റ് ഇവിടെ തന്നെ ചെത്തിപ്പുഴ അഭിഷേകാഗ്നി ഇവിടെ ധ്യാനത്തിന് വരുമ്പം അവൻ അവിടെ ഭയങ്കര പനിയായിട്ട് മൂടി പുതച്ച് തൊണ്ടവേദനയായിട്ട് വെള്ളം പോലും കുടിക്കാതെ എഴുന്നേക്കാൻ മേലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞാൻ പതിവ് പോലെ എപ്പോഴും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോകുന്ന പോലെ കരഞ്ഞു സങ്കടപ്പെട്ടു. ദൈവഭക്തിയുടെ ഒരു അനുഗ്രഹമാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക, ധ്യാനം, പ്രാർത്ഥന, പള്ളിയിലെ കുർബാനകൾ, അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്തോണ്ടേയിരുന്നു. ഞാൻ ഇത്രയും കാലം അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വളരെ കരഞ്ഞോണ്ടാണ് വന്നത്. ഈ 2 കുഞ്ഞുങ്ങളെ പോറ്റേണ്ടതല്ലേ ദൈവമേ നോർത്ത് കരഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ആ സൈഡിലിരുന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ആ പ്രാർത്ഥനയുടെ സമയത്ത് പോലും കരയാൻ പറ്റണില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. പൊങ്ങി പോകുന്ന രീതിയാണ്. പക്ഷേ ഈ ചേച്ചിയുടെ സ്ഥിതി കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു. മകൻ്റെ വേദനയും ദുരിതവും അതിൻ്റെ കാഠിന്യം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മുതൽ തന്നെ ഹൃദയം നുറുങ്ങി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചും പ്രാർത്ഥിച്ചുമാണ് പോന്നിരുന്നത്. ഇവിടെ ഫുള്ള് പ്രാർത്ഥന കൂടി. എന്നിട്ട് എന്തെങ്കിലും ഈ മകൻ്റെ ജീവിതത്തിൽ ഇടപെടണേ ഞാൻ ഇവിടെ ഇരുന്ന് 2 ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ചു. പലരുടെ അനുഭവങ്ങളും കേട്ടു. ഞാൻ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷേ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെല്ലാം കുറഞ്ഞു. പിന്നെ ആ വർഷം ആ ദിവസം ഞാൻ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് വരെ ആ ഒരു രോഗം 40-30 വർഷം തുടർച്ചയായുള്ള രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ഒരു കൂട്ടായ്മയാണിത്. ഈ സമയം എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വിളിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാൻ തോന്നുന്നുവെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഉപവാസം എടുത്ത് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്നതാണ്. ഈ സമയം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ഈ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. യേശുവേ, യേശുവേ, ഈ സമൂഹത്തിലേക്ക് ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ.
ഇപ്പോൾ അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും കോൺവെന്റുകളെയും സ്ഥാപനങ്ങളെയും കൂട്ടായ്മകളെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും ഭവനങ്ങളെയും യേശുവേ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ ശല്യപ്പെടുത്തുന്ന ക്ഷീണം, ഉറക്കം, മടുപ്പ്, മന്ദത, മരവിപ്പ്, തുറവിയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ് ഇവ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമക്കളിൽ ആരുടെയെങ്കിലും കുടുംബങ്ങളെ മന്ത്രവാദം, കൂടോത്രം, ആഭിചാരക്രിയകൾ, എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ ഇവ നിമിത്തം ദുഷ്ടാരൂപികൾ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവയുടെ സർവ്വപീഡകളും ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. രോഗികളിൽ നിന്ന് രോഗത്തിന്റെ ആധിപത്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. വിദ്യാർത്ഥിനികളെ പഠനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന സർവ്വപീഡകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ആരാധന, ആരാധന. ഓ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഇടപെടണമേ. ഓരോ ജീവിതങ്ങളും നവീകരിക്കണമേ. ഓരോ പ്രവൃത്തികളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. ബന്ധനങ്ങൾ തകരട്ടെ കർത്താവേ. അന്ധാരകൊണ്ടങ്ങൾ തകരട്ടെ കർത്താവേ. ദുർപീഡകൾ വിട്ടുപോട്ടെ കർത്താവേ. അഭിഷേകം നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. സന്തോഷത്തിൽ ഉറക്കം പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകയിടങ്ങളിൽ വിദ്യാർത്ഥിനികൾ വളരെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയെ പങ്കുചേരുകയാണ്. അനേകം കുടുംബങ്ങളിൽ വേദനിക്കുന്ന മക്കൾ ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇടവരുത്തിയത് ദൈവമാണ് എന്നൊരു ഓർമ്മയോടെ ദൈവസന്നിധി ഇരിക്കുക. ദൈവമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. എൻ്റെ ദൈവം ഇപ്പോൾ ഇവിടെയുണ്ട്. ആ ഒരു ഓർമ്മയോടെ ദൈവസന്നിധി ഇരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരുമിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 56-ാം അധ്യായം 8-ാം തിരുലിഖിതം, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിരവധി ചെറുപ്പക്കാരിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം, അവർക്ക് തരി വേദന ഇഷ്ടമല്ല. നിരവധി കുട്ടികളെ ലോകത്തിൻ്റെ അരൂപി പിടികൂടിയിരിക്കുകയാണ്. കഷ്ടപ്പാടുകൾ, അലച്ചിലുകൾ, യാതന, വേദന, കണ്ണുനീര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. യാതന അറിയാത്ത മക്കള്, കണ്ണുനീരിൻ്റെ ആ വേദന അറിയാത്ത മക്കള്, അല്ലലും അലച്ചിലും അറിയാത്ത മക്കള്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അല്ലലിനും അലച്ചിലിനും വിലയുണ്ട്, യാതനയ്ക്കും കണ്ണുനീരിനും വിലയുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുകയാണ്, അവ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നാം കഴിച്ചുകൂടുന്ന ഭക്ഷണത്തിൻ്റെ കണക്കോ അല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ടൊരു വേദനയില്ലാതെ ഇരുന്ന മണിക്കൂറുകളുടെ കണക്കോ ഒന്നും അവിടുത്തെ ഗ്രന്ഥത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മുടെ യുവത്വത്തിൽ, നമ്മുടെ വളർച്ചയുടെ പാതയിൽ നമുക്കായി ദൈവം അനുവദിക്കുന്ന കണ്ണുനീരുണ്ട്. ചിലപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൽ സമയത്ത് ഭക്ഷണം ഇല്ലാത്ത സ്ഥിതിയായിരിക്കാം, ചിലപ്പോൾ പട്ടിണിയായിരിക്കാം, ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കന്മാർ തമ്മിലുള്ള വഴക്ക്. ഈ 2 ദിവസം മുമ്പ് ഒരു കുട്ടി എന്നെ വിളിച്ചത് ഓർമ്മയ്ക്കാണ്. ആ കുട്ടി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകയാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല 3-4 ദിവസമായിട്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും തമ്മിൽ മിണ്ടിയിട്ട് 3 വർഷമായി. അവർ തമ്മിൽ പിണക്കമാണ്, അവർ തമ്മിൽ സംസാരമില്ല. കുടുംബത്തിൽ ഒരുപാട് വേദനയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടി പഠിക്കാൻ പറ്റാത്തതിന് ദുഃഖത്തോടെ അച്ഛനെ വിളിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, ആ ഒരു അവസ്ഥയ്ക്ക് ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലൂടെ ആ കുടുംബം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അതിന് പ്രതിഫലം ലഭിക്കും, അതിന് അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ യാതനകൾ, നിന്റെ അലച്ചിലുകൾ, നിന്റെ കണ്ണുനീര്, ഇതെല്ലാം അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട് മക്കളെ, അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട് മകനെ, അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട് മകളെ. ഇതൊന്നും വെറുതെ പോവുകയില്ല. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുലിഖിതങ്ങൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്. അവിടെ ഹെസക്കിയ എന്ന് പറയുന്ന നീതിനിഷ്ഠനായ നല്ലൊരു രാജാവ്, ദൈവജനത്തിൻ്റെ നല്ലൊരു രാജാവ്, ആ രാജാവിൻ്റെ പേരാണ് ഹെസക്കിയ. ആ രാജാവ് ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തമായി ജീവിക്കാനും ജനങ്ങളെ ദൈവഭക്തിയിലും ദൈവകൃപയിലും വളർത്താനും ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ സഹിച്ച് ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ നല്ല ഒരു രാജാവായിരുന്നു ഹെസക്കിയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ അദ്ദേഹത്തിനൊരു കഠിനമായ രോഗബാധയുണ്ടായി. ആ രോഗം മൂർച്ഛിച്ച് ആർക്കും സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. ദൈവം പ്രവാചകൻ അയച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ ജീവിതത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു, നിന്റെ ഭവനത്തിലെ കാര്യങ്ങൾ നീ വേഗം ക്രമപ്പെടുത്തുക, നീ ഏതാനും നാളുകൾക്കുള്ളിൽ മരിക്കും എന്ന കാര്യം പ്രവാചകൻ അയച്ച് ദൈവം ഹെസക്കിയ രാജാവിനെ അറിയിക്കുകയാണ്. ആ വചനഭാഗം ബൈബിളിൽ നിന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. രാജാക്കന്മാർ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ അവസ്ഥകളിലല്ല, ഒരു മാരകമായ ക്യാൻസർ രോഗമോ അല്ലെങ്കിൽ മാരകമായ എയ്ഡ്സ് രോഗമോ അല്ലെങ്കിൽ മാരകമായ ചികിത്സയില്ലാത്ത രോഗമോ നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. ആ രോഗത്തിൽ നരകിച്ച് ഒരുപാട് വൈദ്യം, ഒരു രാജാവാണ്, ഒരുപാട് വിധത്തിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്, വൈദ്യന്മാരും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രീതികൾ ഉപയോഗിച്ച്. എന്നാൽ ഒരു വൈദ്യത്തിനും ഒരു ചികിത്സയ്ക്കും രാജാവിന് ജീവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ രോഗബാധയുടെ ക്ലേശവും ആ മനപ്രയാസവും ആ ദുരിതവും ആ വേദനയെല്ലാം സഹിച്ച് ഇതാ മരണത്തോടടുത്തു. ആമോസിൻ്റെ പുത്രൻ യെശയ്യാ പ്രവാചകൻ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. ദൈവത്തിൻ്റെ കരുണയാണ്. മുന്നേ കൂട്ടി അറിയിക്കുകയാണ്, മകനെ ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല, നീ മരിക്കും, നീ വേഗം കണക്കുകളും കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ വേഗം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കും. ഇത് ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് രാജാവിനെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പ്രവാചകൻ പോയി. ഈ രാജാവിൻ്റെ ഹൃദയത്തിൽ വലിയ സങ്കടമായി, വലിയ വിഷമമായി. രാജാവ് എന്തു ചെയ്തു? തുടർന്ന് വരുന്ന വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ചുമരിലേക്ക് മുഖം തിരിച്ചു വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനോട് അവൻ കരഞ്ഞു പറഞ്ഞു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിൻ്റെ അങ്കണം
വിടുന്നതിന് മുമ്പ് യേശയ്യായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നെന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കും. നിന്റെ ആയുസ് ഞാൻ 15 വർഷം കൂടി ദീർഘിപ്പിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വേദനയുടെ നടുവിൽ ഹെസക്കിയ ചെയ്ത ഒരു കാര്യം എന്താണ്? ഹെസക്കിയ, ദൈവമേ എൻ്റെ ചെറുപ്പകാലത്തെ പ്രാർത്ഥന അതൊന്നും അല്ല. ഹെസക്കിയ എത്ര വിശ്വസ്തമായി അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങയോട് നല്ല വിധത്തിൽ പെരുമാറാൻ വേണ്ടി എത്ര കഷ്ടത ഞാൻ സഹിച്ചുവെന്ന് ഓർക്കണമേ. ആ നാളുകളുടെ കഷ്ടത, ആ നാളുകളുടെ അലച്ചിൽ, അതെല്ലാം ഓർത്ത് ഹെസക്കിയ അങ്ങോട്ട് കരഞ്ഞു. ഹെസക്കിയ അങ്ങോട്ട് വിളിച്ചു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അങ്ങോട്ട് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തിൽ ഏറ്റെടുക്കുന്ന ഓരോ യാതനകളും, ഓരോ അരിഷ്ടതകളും, ഓരോ അലച്ചിലുകളും അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഗുണമായി ഭവിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കുക. 400-ൽ പരം വർഷങ്ങൾ ഈജിപ്തിൽ ആ ജനം യാതന സഹിച്ച്, ആ യാതന സഹിക്കുന്ന ആ അലച്ചിലും കഷ്ടതയും കണ്ണുനീരും ക്ലേശവും ദുരിതവും പേറിയ ആ ജനത്തെയാണ് ദൈവം തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവിടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുകയാണ്. മോശയോട് സംസാരിക്കുമ്പോൾ സംസാര വിഷയത്തിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. എൻ്റെയും നിങ്ങളുടെയും അലച്ചിലുകൾ, യാതനകൾ അറിയുന്ന ഒരു ദൈവം ഉണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. 400-ൽ പരം വർഷങ്ങൾ ഈ യാതന, ഈ ദുരിതം, അലച്ചിലുകളും ക്ലേശങ്ങളും സഹിച്ച ജനത്തെയാണ് ദൈവം തേനും പാലും ഒഴുകുന്ന നാട്ടിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ മുന്നിട്ടിറങ്ങി കൊണ്ടുവന്ന് ദൈവം അവരെ നയിച്ചത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അലച്ചിലുകളിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം ഉണ്ട്. ഞാൻ നിങ്ങളത് തിരിച്ചറിയണം. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനൊരു കുടുംബത്തിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു നല്ല മാന്യദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം ശുശ്രൂഷയെല്ലാം കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം തുടർന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാനിപ്പോൾ വരുന്നത് ഈ യൂറോപ്പിലെ ഒരു പ്രമുഖ രാജ്യത്തു നിന്നാണ്. അവിടെ വലിയൊരു കമ്പനിയുണ്ട്, യൂറോപ്യൻസിൻ്റെ കമ്പനിയാണ്. അതിൻ്റെ ഒരു ഹെഡായിട്ട് ഞാൻ നിയമിതനായിരിക്കുകയാണ്. എൻ്റെ കീഴിൽ നിരവധി യൂറോപ്യൻസ് ജോലിക്കാരായുണ്ട്. ഞാൻ ആ കമ്പനിയിലെ ഒരു പ്രധാന ഒരു പോസ്റ്റിൽ, ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ മലയാളിയെ നോക്കി, സാധാരണ ഒരു മനുഷ്യൻ. ഞാൻ ചോദിച്ചു, ദൈവമേ ഇതെങ്ങനെ അവിടെ എത്തിപ്പെട്ട്? അത്ഭുതം കൂറി ഞാൻ ചോദിച്ച്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ വലിയ ബുദ്ധിമാനാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ കാര്യം അച്ഛനോട് പറയട്ടെ. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു കുടുംബത്തിൽ. 3-ാമത്തവനാണ് ഞാൻ. എൻ്റെ സ്ഥിതി അച്ഛനെ അറിയട്ടെ. ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഈ ചാണകം, പച്ച ചാണകം തൊഴുത്തിൽ നിന്ന് കൊട്ടയ്ക്കകത്ത് നിറച്ച് വാരി പാടത്ത് കൊണ്ടിട്ട് കൊടുക്കണം. സീസൺ അനുസരിച്ച് പറമ്പിലെ മുഴുവൻ പണിയും ചെയ്യണം. എന്നിട്ട് കഷ്ടി 1/2 മണിക്കൂർ കിട്ടും. കുളിച്ച് വേഗം സ്കൂളിലേക്ക് ഓടണം. ആ സ്കൂളിൽ ചെല്ലുമ്പോഴും ഈ ചാണകത്തിൻ്റെ മണം, ഒരു കിടിമ്പിച്ച മണം, ഈ ചാണകത്തിൻ്റെ ഒരു മണം ഞങ്ങളുടെ ശരീരത്തിലുണ്ടാവും. അതായിരുന്നു എൻ്റെ സ്ഥിതി. അങ്ങനെ ഒരു ദിവസം അവധിക്കാലത്ത് ഈ ചാണകമെല്ലാം പാടത്തേക്ക് ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വഴിയിലൂടെ പാൻസ് ഇട്ട ഒരാൾ പോണത് കണ്ടു. ആ മനുഷ്യൻ ഞങ്ങളെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു നല്ല സുഗന്ധം അവിടെ പരന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നല്ലൊരു പെർഫ്യൂമിൻ്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുന്നത്. ഒരു കുട്ടി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അത്, പെർഫ്യൂമിൻ്റെ സുഗന്ധം. ആ മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നൊരു മനുഷ്യനായിരുന്നു. അവധിക്ക് വന്ന് ആ വഴിയുടെ കടന്നു പോകുമ്പോഴോ ഞാൻ ആദ്യമായിട്ട് പെർഫ്യൂമിൻ്റെ സുഗന്ധം അനുഭവിച്ചത്. ഞാൻ അന്ന് രാത്രി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ പെർഫ്യൂം ഇന്ന് നല്ലൊരു മണം എനിക്ക് കിട്ടി. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ഒരു തുള്ളി ജീവിതത്തിൽ എന്തെങ്കിലും ശരീരത്തിൽ പൂശാൻ അവസരം കിട്ടുമോ? അപ്പോൾ എൻ്റെ അമ്മ
എന്നോട് പറഞ്ഞു, മകനെ നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്ത് തീർന്നു പോയിട്ടൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടി പിന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു, വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു. അവൻ പറഞ്ഞു വലിയ ബുദ്ധിയും വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് അവൻ്റെ ഭാവി തെളിഞ്ഞു. ഇന്ന് അവൻ നല്ലൊരു പ്രമുഖമായ ഒരു യൂറോപ്യൻ രാജ്യത്ത് യൂറോപ്യൻസ് നടന്നൊരു കമ്പനിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി അനേകം യൂറോപ്യൻസിൻ്റെ മേൽനോട്ടം വഹിച്ച് ഇന്ന് നല്ല സ്ഥിതിയിലിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ പറയാണ്, അച്ഛാ, ഇപ്പോഴും എൻ്റെ ചെറുപ്പകാലത്തെ അലച്ചിലുകൾ, എൻ്റെ കുട്ടിക്കാലത്തെ ആ ക്ലേശങ്ങൾ, യാതനകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ ഇരിക്കുന്നുണ്ടത്. ദൈവത്തിൻ്റെ മനസ്സിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയുള്ള ഒരു നല്ല നിക്ഷേപമാണത്. അത് ദൈവത്തിൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്തെ കണ്ണുനീര്, വേദന, അലച്ചിലുകൾ, ഇത് നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ അലച്ചിലുകളെ അവിടുന്ന് എണ്ണി വച്ചിട്ടുണ്ട്. എനിക്കായി അവിടുന്ന് ഒരുക്കുന്നുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല വചനം നമുക്കൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതം ഒന്ന് ഓർമ്മിച്ച് നോക്കുക. എത്രയോ അലച്ചിൽ, എത്രയോ കണ്ണുനീര്, എത്രയോ യാതനകൾ. ആ സെമിനാരി പഠനകാലത്ത് ആ പഠന ക്ലാസ്സുകളൊന്നും പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റാതെ എത്രയോ അലച്ചിലുകൾ, എത്രയോ യാതന പുണ്യദേഹം സഹിച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെയാണ്, ക്ലാസ്സിൽ മരമണ്ടനാണെങ്കിലും കൊന്ത ചെല്ലാൻ അറിയാം, ഇതാണ് ആകെ അറിയാവുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, എന്തായാലും ശരി, ദൈവം ആ അലച്ചിലുകൾ എണ്ണി വൈദികനായി. ആ ഇടവക ചെന്നപ്പോൾ ആദ്യത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ വിരലെന്നാന്ന് 2-3 പേര്. വിജനമായി കിടക്കുന്ന ഇടവക ദേവാലയം, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ആ ഇടവകയിൽ ചെന്നുള്ള അലച്ചിലുകൾ, ആ കണ്ണുനീര്, അതെല്ലാം സന്തോഷത്തിലെടുത്ത് അങ്ങനെ ആ ഇടവക വികാരിക്കടുത്ത് അലച്ചില്, കണ്ണുനീര്, യാതൊരു എല്ലാം എടുത്തെടുത്ത് മുന്നോട്ട് നീങ്ങി. എന്തായി സ്ഥിതി? വിശുദ്ധ ജോൺ വിയാനി പുണ്യാൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വെറുതെ പള്ളിയിൽ പ്രസംഗിച്ച് ആ കുമ്പസാരം കൂടി ചെന്നിരുന്നാൽ മതി, വാവിട്ട് പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിക്കുന്ന ജനത്തിൻ്റെ നീണ്ട നിര ആ പള്ളിയിൽ തന്നെ ഉണ്ടായില്ലേ? ദൈവം അങ്ങനെ അനുഗ്രഹിച്ച്, ശുശ്രൂഷകൾ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ ദൈവം അങ്ങോട്ട് സ്വർഗത്തോളം ഉയർത്തി. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ കാര്യവും വായിച്ചിട്ടില്ലേ? ആ തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയത്ത് സ്വന്തമെന്ന് പറയാൻ ചേട്ടനോ അപ്പനോ കുടുംബങ്ങൾ ആരെങ്കിലോ ഇല്ല, എല്ലാവരും മരിച്ച് ഒറ്റയ്ക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാറമടയിൽ പണിയെടുത്തതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വലിയ യാതനകളുടെയും അലച്ചിലുകളുടെയും കുട്ടിക്കാലം, യുവത്വം. എന്നാൽ ദൈവം അതെല്ലാം ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു, ദൈവം അതെല്ലാം കുപ്പിയിൽ ശേഖരിച്ചു വെച്ചു, ദൈവം അതെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റി. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നമുക്ക് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് കടന്നു പോകുന്ന അലച്ചിലുകൾ, ഇന്ന് ദൈവകൃപയാൽ വന്നിരിക്കുന്ന യാതനകൾ, ഇതൊന്നും വെറുതെയല്ല. എൻ്റെ കർത്താവിന് മുമ്പിൽ, എൻ്റെ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചും ദൈവഭക്തിയിൽ ഞാൻ മുന്നേറും. കൈകൾ രണ്ട് ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദൈവമേ, അവിടുന്ന് സർവ്വതും അറിയുന്നുണ്ട്, സകലത്തിന് മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. അവിടുന്നാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാളുകളെ അനുഗ്രഹമാക്കാൻ ഇന്ന് യാതനകളെ അനുവദിച്ച പിതാവേ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, യേശുവേ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകളെ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലുടനീളം നാം കാണുന്നത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ നടന്ന് അവരെക്കുറിച്ചുള്ള തൻ്റെ മതിപ്പും അവരോടുള്ള തൻ്റെ സ്നേഹവും ബഹുമാനവും വാത്സല്യം എല്ലാം വെളിപ്പെടുത്തുന്നത് ദൈവത്തെയാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കണ്ണുകൾ അന്ധമായി പോയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തോടുള്ള ബന്ധം ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ ഈ നിമിഷം എൻ്റെ കണ്ണുകളെ തുറക്കണമേ, കുരുടായി പോയ എൻ്റെ ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണമേ. കൈകൾ ഉയർത്തി ഉറക്കെ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, അന്ധകാരങ്ങൾ മാറട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ, കണ്ണുകൾ പകരട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ.